ഇനിയും തുടർന്ന് ഉണ്ടാകും. അതിനിടയിൽ മലയാളം പാഠശാല നടത്തിയ ചില മത്സരങ്ങളുടെ വിജയികളെ പ്രഖ്യാപിക്കുന്ന ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. അതിലേക്കായി വന്നു ചേർന്ന മലയാളം പാഠശാലയിലെ പ്രവർത്തകരെയും എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പഴയ ട്രഷറർ ശ്രീ സതീന്ദ്രൻ നമ്മോട് ഭാര്യമെത്തിയിട്ടുണ്ട് അല്ലേ. കുടുംബത്തെയും സസന്തോഷം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാവും, 10 ദിവസമുണ്ട്. വെരി ഗുഡ്, നൈസ് ടു സീ യു ഹിയർ. അതുപോലെ നമ്മുടെ വിശിഷ്ട അതിഥിയായിട്ട് ഡോക്ടർ വേണു നമ്മുടെ കൂടെ സന്നിഹിതനാണ്. അതുപോലെ പുസ്തകപ്രേമികളായ എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. സംസാരിക്കാൻ പ്രശ്നങ്ങളെപ്പറ്റി പ്രിയമുള്ളവരെ, ഈ പ്രാവശ്യത്തെ ഈ പുസ്തകോത്സവം ഭംഗിയായി നടത്തുവാൻ സഹകരിച്ച എല്ലാവരോടും ഒറ്റ വാക്കിൽ നന്ദി പ്രകാശിപ്പിക്കുന്നു. ഈ മത്സരത്തിൽ മലയാള മിഷൻ ഈ ചാപ്റ്റർ നടത്തിയ മത്സരത്തിൽ പങ്കെടുത്ത എല്ലാ വിദ്യാർത്ഥികളെയും അഭിനന്ദിച്ചുകൊണ്ട് മത്സരഫലം ഞാൻ പ്രഖ്യാപിക്കുന്നു. എനിക്ക് തോന്നുന്നു ഇന്നൊരു നമ്മുടെ എഴുത്തുകാരുടെയും എല്ലാവരുടെയും ഒരു ഹ്രസ്വമായ അവലോകനമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ജലീലും ആദർശം കൂടി ഇങ്ങോട്ട് വരണം. ഒരു 5 മിനിറ്റിൽ നമുക്കിത് വൈൻഡപ്പ് ചെയ്യാം. ജലീൽ വരിക. വേറെ ആരാളുടെ മറ്റേ വിജി തോമസ് വന്നിട്ടുണ്ടെന്നില്ല. നിറച്ചാർത്ത് മുല്ല വിഭാഗത്തിൽ ജൂനിയർ വിഭാഗത്തിന് വേണ്ടിയാണ്. 3ാം സമ്മാനം കരുൺ മാധവ്. കുട്ടികളുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരാം. ഉണ്ടോ? ശരി. അപ്പം കരുൺ മത്സരം ഈ ഫലം പ്രതീക്ഷിച്ചുണ്ടാകുന്നെന്ന് തോന്നുന്നു. അതാണ് കോൺഫിഡൻസ് പവർ. കരുൺ ഒരു കൈയടി കൊടുക്കണം. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? ഏത് ക്ലാസ്സിൽ? ഓക്കെ, കൺഗ്രാജുലേഷൻസ്. 2ാം സമ്മാനം ഉത്തര സന്ദീപ് പിള്ളേ. 1ാം സമ്മാനം ആരാധ്യ ജിനീഷ്. ഈ ആരാധ്യ 1ാം സമ്മാനം ലഭിച്ചത് ബഹൻ പ്രതിഭയാണ്. 2ാം സമ്മാനം 3ാം സമ്മാനം കിട്ടിയ ആളുകൾ ബഹൻ കേരള സമ്മാനത്തെ പ്രതിനിധീകരിച്ചാണ്. 3 പേർക്കും അഭിനന്ദനങ്ങൾ. ഇനി അടുത്തത് നിറച്ചാർത്ത് ഫോർ മുല്ല സീനിയർ. 3ാം സമ്മാനം അനൈ സജിത് BKS ഇല്ല. 2ാം സമ്മാനം ധനുശ്രീ BKS. 1ാം സമ്മാനം നേഹ ജഗദീഷ് BKS. 3 പേർക്കും അഭിനന്ദനങ്ങൾ. ഉണ്ടോ? നേഹ ഉണ്ടോ? ഓടി 1ാം സമ്മാനം. ഓടി സ്പെക്ട്രയ്ക്കും നേഹിക്കണം സമ്മാനം. ബാലകലോത്സവം. പിന്നെ കൺഗ്രാജുലേഷൻസ്. അടുത്തത് പദനിർമ്മാണം. പഠിക്കുന്ന ഏറ്റവും ജൂനിയർ കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ്. 3ാം സമ്മാനം ദുർഗ സുജിത് BKS ആണ്. ഇല്ല. 2ാം സമ്മാനം ആസ്റ്റിക് ഷിനോജ്, അത് BKS ആണ്. 1ാം സമ്മാനം മഹേശ്വർ BKS. വിജയികൾക്ക് അഭിനന്ദനം. അടുത്തത് പദനിർമ്മാണം ഫോർ കണിക്കുന്ന സീനിയർ. 3ാം സമ്മാനം ദേവിക പ്രശാന്ത്. 2ാം സമ്മാനം ആരാധ്യ സഞ്ജു. 1ാം സമ്മാനം അനന്യ അഭിലാഷ്. 3 പേരും BKS എന്നുള്ളതാണ്. അഭിനന്ദനങ്ങൾ. അനന്യ ഉണ്ടോ? ഇല്ല. അനന്യൻ്റെ അമ്മയുണ്ട്. ശരി, ഓക്കെ. അമ്മയ്ക്കും കടന്നു തരാം. ഓക്കെ. വരൂ. അഭിലാഷിൻ്റെ അനന്യ വരും.